എനിക്ക് പൊതുവേ ബസ് യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എപ്പോഴും ബസ്സിൽ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 11.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. പിന്നെ അന്ന് മോനിങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ പോയിട്ടില്ല. പിന്നെ ഒരു തവണ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ 2 തവണ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീണ്ടും പോയതാണ്. കൂടുതൽ നമ്മൾ ഗോൾഡ് സൂക്കിലോട്ട് വരുമ്പോൾ ടാക്സിക്ക് അല്ലെങ്കിൽ മെട്രോക്കാണ് വരിക. കാഷ്ടിയെന്ന് യൂണിയനിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോൾഡ് സൂക്കിലോട്ട്. ഇതിപ്പം ഒറ്റ ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഗോൾഡ് സൂക്കിലോട്ട് ഡയറക്റ്റ് കാഷ്ടിയിൽ നിന്ന് ബസ് ഉണ്ട് എന്നുള്ളത്. അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് കുറേ ബസ്സുകൾ, ഒന്ന് ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ 102 ബസ്സിൽ കയറിയ ഡയറക്റ്റ് അവിടെ എത്താൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷാ അല്ലാ നമുക്കിനി ഒരു അവധി കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളത് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും ബസ്സിൻ്റെ ആക്സസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് എന്താ പറയുക, കുറേ സ്ഥലങ്ങൾക്ക് അബുദാബിയിലൊക്കെ പള്ളിയുടെ അവിടേക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും ബസ്സിൽ എത്തിപ്പെടാൻ പറ്റും. മെട്രോ പിന്നെ അധികം സ്ഥലത്തോട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഗോൾഡ് എന്ന് പറയുമ്പോൾ പൊതുവേ എനിക്ക് കാണാൻ ഇഷ്ടമാണ്, വെയർ ചെയ്യാനായിട്ട്, അതായത് ഇങ്ങനെ ഇടാനായിട്ട് ഒരുപാട് ഇഷ്ടമില്ല, എന്നാലും കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഈവൻ ഡ്രസ്സാണെങ്കിലും എനിക്കിങ്ങനെ കാണാനേ ഇഷ്ടമുള്ളൂ. ഒരുപാട് എടുത്തു കഴിഞ്ഞാലും ഇടൽ കുറവാണ്. ഹസ്ബൻഡ് എപ്പോഴും വഴക്ക് പറയുന്നൊരു കാര്യം, എടുത്താൽ ഇടൂല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ആരായിരിക്കും ഇടുക? കാരണം ഇത്രയും ഭയങ്കര വലിയ മാലൊക്കെ ഇടുമ്പോൾ കഴുത്ത് വേദനിക്കൂലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഗോൾഡിൻ്റെ ഹാൻഡ് ബാഗ്, ഗോൾഡിൻ്റെ ഡ്രസ്സ്, അങ്ങനെ വെറൈറ്റി മോഡൽസ്. ഇവിടെ ഞാൻ കുറേ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് ഗോൾഡ് സൂക്കാണ് എന്നൊക്കെ കണ്ടു. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഭയങ്കര വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കങ്ങനെ, എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒരുപാട് ഏരിയകളൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കാരണം അത്രയും എന്താ പറയുക, ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഒരുപാട് ഗോൾഡ് മാത്രമല്ല, സ്പൈസസ്, കാര്യങ്ങൾ, ഹാൻഡ് ബാഗ്സ്, ഡ്രസ്സ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് റേറ്റൊക്കെ പറയും അവർ. പിന്നെ കുറേ ആളുകൾ നിന്ന് ബാർഗെയിൻ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആപ്റ്റായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അവരത് കുറച്ച് തരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നോക്കിയേ, ഡ്രസ്സിൻ്റെ പോലെ മാസ്ക് കാര്യങ്ങൾ, ബെൽറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കര ഭംഗിയിൽ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്കിതിനെക്കുറിച്ചൊന്നും അധികം പറയാനൊന്നും അറിയില്ല. ഹാൻഡ് ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂടുതലും എമറാത്തികളായിരിക്കും വെയർ ചെയ്യുക. കാരണം ഞാൻ യൂട്യൂബുകളിലെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഡേയുടെ അവധിക്ക് ഏതോ ഒരു പാർക്കിൽ ഓഫർ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഹസ്ബൻഡ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ തലേദിവസം എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു നാട്ടിൽ പോകുമായിരുന്നു. അതേപോലെ കേരളോത്സവം കാണാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ മെട്രോക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരമാണ് 25 ബസ് ഗോൾഡ് സൂക്കിലോട്ട് എന്നുള്ളത്, ആ ഒരു 25 എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ എന്നാൽ ഗോൾഡ് സൂക്കിലോട്ട് പോകാം, ഡയറക്റ്റ് ബസ്സല്ലേ, ഒന്ന് കയറിപ്പോയി നോക്കാം എന്നുള്ളത്, അതെങ്ങനെ ഉണ്ട് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നതായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷേ എത്ര കണ്ടാലും മടുക്കുന്നില്ല. എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതായത് ബീച്ച്, അതേപോലെ മോളുകൾ, ഇതേപോലെയുള്ള കുട്ടി കുട്ടി ഷോപ്പുകൾ, മാർക്കറ്റുകൾ, സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാർക്കിനേക്കാളും കൂടുതൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയാനോ കാര്യങ്ങളോ, ഭയങ്കര എന്താ പറയുക, ആളുകൾ ഇങ്ങനെ ഇത് മാത്രം നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ എന്താ പറയുക, ഗോൾഡ് സൂക്കിലാണ് വരുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളത് പറയുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനും ഡിസ്ക്രൈബ് ചെയ്ത് പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിപ്പം ഞാൻ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം മ്യൂസിക് കൊടുത്തിട്ടതിനേക്കാളും ഒരുപക്ഷെ സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കുറേ ദിവസം എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കാൻ കുറേ ദിവസം എടുക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ ഡെയിലി ലോങ് വീഡിയോ അപ്ലോഡ് ആക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും അപ്ലോഡ് ആക്കണം എന്ന് ഞാൻ വിചാരിക്കും. കാരണം നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു എന്താ പറയുക, യൂട്യൂബിലൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെന്നല്ലാതെ ഞാൻ പറയാറുണ്ടല്ലോ, ലോങ് വീഡിയോ ആണ് കൂടുതൽ നല്ലത്. പക്ഷേ ഒരുപാട്
കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലോഡ് ആക്കാത്തതാണ്. പിന്നെ കുക്കിംഗ് വീഡിയോസ് എടുക്കുമ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ട്രൈപോഡും എൻ്റെ ഫോണും ഡെയിലി വീഴുന്നുണ്ട് സ്ലാബുമ്മേൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വെക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ലോങ് വീഡിയോ കൂടെ ഞാൻ എടുക്കുമ്പോൾ അത് വീണ് പോകുമെന്നുള്ളതുകൊണ്ട്, കാരണം ഫുൾ ടൈം ഇരിക്കുകയല്ലേ, അപ്പോൾ എനിക്കതങ്ങനെ എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ തലവേദന അത് വലിയൊരു വില്ലനാണ് കേട്ടോ എൻ്റെ ലൈഫിൽ. അങ്ങനെ അപ്പോൾ ഇവിടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോസ് എടുക്കുന്നുണ്ട്, ഞാൻ പക്ഷേ കുറച്ചങ്ങനെ കവർ ചെയ്തുള്ളൂ. ഒരുപാട് ഏരിയകളുണ്ട്, എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം ഗോൾഡിൻ്റെ മാസ്ക് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ഗോൾഡിൻ്റെ ഹാൻഡ് ബാഗുകളുണ്ട്. ഇതൊക്കെ ആരാണാവോ വെയർ ചെയ്യുന്നതല്ലേ, അവരുടെ കഴുത്തും ഒക്കെ വേദനിച്ചിട്ടിരിക്കുമോ എന്നതൊക്കെ ഞാൻ അന്നേരം ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു. അത്രയും വലിയതായിരുന്നു. ഇതൊക്കെ മേ ബി കിലോ കണക്കിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക എന്നുള്ളതും ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ഗോൾഡ് എന്താ പറയുക 100 പവൻ അങ്ങനെയൊക്കെയല്ലേ പറയുക, ഇവിടെയൊക്കെ കിലോ കണക്കിനായിരിക്കും എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ, പിന്നെ കുറേ സ്പൈസസിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പൊതുവേ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നുണ്ട് നീ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അത് പറയണം എന്ന് തോന്നുമ്പോൾ ഇത് എടുത്ത് ഓണാക്കി കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടുക, അല്ലാന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ അപ്പം ഇനിയിപ്പോൾ അബ്രയുടെ വീഡിയോ ഞാൻ രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇത്രയും വലിയ വീഡിയോ കണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഉറപ്പായിട്ടും ബോറടിക്കും. കാരണം ഭയങ്കര ഇതായിട്ടൊന്നും പറയാനോ അല്ലെങ്കിൽ ഇതാക്കാനൊന്നും, ഞാൻ നോർമലി എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ പറയുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ബസ്സിൽ വന്നു, ബസ്സിൽ വരാനാണ് ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. ഇവിടെ ഗോൾഡ് സൂക്കിലോട്ട് വരാൻ ഇഷ്ടമുള്ളവർക്ക് രാഷ്ട്രീയയിൽ നിന്ന് 25 എന്നുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഗോൾഡ് സൂക്കിലോട്ട് വരാനായിട്ട് പറ്റും. 3:14 3:14 ആയിരുന്നു ബസ് ഉണ്ടായിരുന്നത്. നമ്മുടെ അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പം ഏകദേശം രാഷ്ട്രീയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 2:50 ആയിരിക്കും ബസ് ഉണ്ടായിരിക്കുക. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു ഗോൾഡ് സൂക്കിലോട്ട് ബസ് ഉണ്ടെന്നുള്ളതും മെട്രോ ഉണ്ടെന്നുള്ളതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബസ് ഉണ്ട്, അതായത് ബസ് ഡയറക്റ്റ് കൊണ്ട് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. കാരണം മാറി മാറി കയറേണ്ടി വരുന്നതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടേ.